നല്ല ജീവിതബോധമുള്ള ആളായിരിക്കണം സംവിധായകൻ. അവർക്ക് നല്ല ജീവിതബോധം വേണം, നല്ല ജീവിതാനുഭവങ്ങൾ വേണം. രണ്ടാമത് നല്ല സാഹിത്യബോധം വേണം. മൂന്നാമത് നാട്യത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. നാട്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടായാൽ മാത്രമാണ് ഒരു തിരക്കഥ രൂപപ്പെടുത്താനും പറ്റുള്ളൂ. നാട്യത്തെക്കുറിച്ച് അറിയാത്തവന് നല്ല തിരക്കഥ ഉണ്ടാക്കാൻ പറ്റില്ല. നാട്യത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. സംഗീതത്തെക്കുറിച്ച് ധാരണ, സംഗീതം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ദൃശ്യബോധമുണ്ടാവണം. ഈ ദൃശ്യബോധം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ പെയിൻറ്റിങ്ങിനെക്കുറിച്ചും നിറങ്ങളെക്കുറിച്ചുള്ള ധാരണ വേണം. ഇതൊക്കെ ചേർന്നാലാണ് ഒരാൾ സംവിധായകനാവുക. അപ്പോൾ ഇത്രയൊക്കെ തികഞ്ഞ ഒരാൾക്ക് നിശ്ചയമായിട്ട് ഇപ്പം മിക്കവാറും ഈ എഴുത്തുകാരെല്ലാം നല്ല വിഷ്വൽ സെൻസ് ഉള്ളവരാണ്. ഓരോരുത്തരുടെ കൃതി വായിച്ചു നോക്കിയറിയാം. ഇപ്പം എം ടി സാറിൻ്റെ കൃതി വായിച്ചു നോക്കിയറിയാം അതിൻ്റെ വിഷ്വൽ സെൻസ്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളോ നോവലോ വായിച്ചു നോക്കിയറിയാം. അത് ബഷീറിൻ്റെ ആയാലും മറ്റ് മാധവിക്കുട്ടിയുടെ ആയാലും എല്ലാവരും രചനകൾ വായിച്ചു നോക്കുമ്പോൾ ദൃശ്യ സംസ്കാരം ഇതിലുണ്ട്. ദൃശ്യപരമായിട്ടാണ് അവർ ഓരോരുത്തരും കാണുന്നത്. അവർ ഭൂമിയെ കാണുന്നത്, കഥാപാത്രം കാണുന്നത്, അവരുടെ ഇമോഷൻസ് കാണുന്നത്. ഇത് കൂടാണ്ട് അവരുടെ മനോഗതങ്ങൾ കൂടി വിവരിക്കപ്പെടുന്നു അതിൽ. ഈ മനോഗതം പറയാതെ പറയുന്ന അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തികളിലൂടെ അല്ലെങ്കിൽ ആക്ടിങ് നടനം ആവിഷ്കരിക്കുന്നതിലൂടെ ആണ് പലപ്പോഴും മനോഗതങ്ങളും സംഭാഷണങ്ങളിലൂടെയൊക്കെയാണ് മനോഗതങ്ങൾ മറ്റേ സിനിമയിൽ പ്രകടമാക്കുന്നത്. സാഹിത്യത്തിലാണെങ്കിൽ മനോഗതങ്ങൾ നമുക്ക് എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റും. സിനിമയിൽ അത് എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. അത് നാട്യത്തിലൂടെയാണ് അത് ആവിഷ്കരിക്കപ്പെടുന്നത്. അപ്പോൾ ആ നല്ല നാട്യബോധമുള്ളതിന് മാത്രമേ നല്ല തിരക്കഥ എഴുതാനുണ്ടാവൂ. അതുകൊണ്ട് ലോക സാഹിത്യത്തിൽ മുഴുവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മികച്ച ലോക സിനിമയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മികച്ച എഴുത്തുകാരാണ് മികച്ച സംവിധായകരായിട്ടുള്ളത്. അത് കുറസോവയാണെങ്കിലും സത്യജിത്രയാണെങ്കിലും അത് ബർഗ്മാനാണെങ്കിലും ഇവർക്കൊക്കെ എഴുത്തിൻ്റെ ആ സമ്പന്നതയാണ് അവരെ മികച്ച സംവിധായകരായിട്ട് മാറ്റുന്നത്. മലയാളത്തിൽ മാത്രം എഴുത്തറിഞ്ഞാൽ സംവിധായകനാകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം.